അത്യാഹിത ഘട്ടത്തിൽ രോഗികൾക്ക് ഉടനടി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ പുതിയ കാഷ്വാലിറ്റി വിഭാഗം സഹായിക്കും. ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നവരും സ്ഥിരമായി ആശുപത്രി വികസനത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ സമരം നടത്തി റോഡിൽ ധർണ നടത്തിയിട്ട് MLAയും മന്ത്രിയും കുറ്റപ്പെടുത്തുന്നവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് അവരത് മനസ്സിലാക്കണം. അതിനുശേഷം കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാവണം. ഒന്ന്, OP ബ്ലോക്ക് കിട്ടുന്നതിന് വേണ്ടി OP ബ്ലോക്ക് 22 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ OP ബ്ലോക്കിന് ആകെ 30 കോടി രൂപയുടെ ചെലവ് നിർമ്മിക്കുകയാണ്. ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ്. ഇത് കൂടാതെ 75 ലക്ഷം രൂപ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. വൃക്കരോഗം പോലുള്ള മാറാരോഗങ്ങൾ നേരിടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഏറെ ആശ്വാസമാകും ഇവിടെ ആരംഭിക്കുന്ന ഡയാലിസിസ്. അത്യാഹിത ഘട്ടത്തിൽ രോഗികൾക്ക് ഉടനടി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ പുതിയ കാഷ്വാലിറ്റി വിഭാഗം സഹായിക്കും. ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നവരും സ്ഥിരമായി ആശുപത്രി വികസനത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ സമരം നടത്തി റോഡിൽ ധർണ നടത്തിയിട്ട് MLAയും മന്ത്രിയും കുറ്റപ്പെടുത്തുന്നവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് അവരത് മനസ്സിലാക്കണം. അതിനുശേഷം കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാവണം. ഒന്ന്, OP ബ്ലോക്ക് കിട്ടുന്നതിന് വേണ്ടി OP ബ്ലോക്ക് 22 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ OP ബ്ലോക്കിന് ആകെ 30 കോടി രൂപയുടെ ചെലവ് നിർമ്മിക്കുകയാണ്. ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ്. ഇത് കൂടാതെ 75 ലക്ഷം രൂപ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. വൃക്കരോഗം പോലുള്ള മാറാരോഗങ്ങൾ നേരിടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഏറെ ആശ്വാസമാകും ഇവിടെ ആരംഭിക്കുന്ന ഡയാലിസിസ്. അത്യാഹിത ഘട്ടത്തിൽ രോഗികൾക്ക് ഉടനടി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ പുതിയ കാഷ്വാലിറ്റി വിഭാഗം സഹായിക്കും. ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നവരും സ്ഥിരമായി ആശുപത്രി വികസനത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ സമരം നടത്തി റോഡിൽ ധർണ നടത്തിയിട്ട് MLAയും മന്ത്രിയും കുറ്റപ്പെടുത്തുന്നവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് അവരത് മനസ്സിലാക്കണം. അതിനുശേഷം